മച്ചാനത് പോരളിയാ. എൻ്റെ അമ്മോ, എമ്മാതിരി ലോങ്ങിലേക്കാണ് വെള്ളം പോണത്. ആ രാജേഷേ, അവിടെ തന്നെ നിന്നോ, കുറച്ചുകൂടി പോട്ടെ. അവിടെ നിന്നോ. ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ ടെക്നിക് ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ്, നമ്മളൊരു കാർ വാഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാർ മാത്രമല്ല, നമ്മുടെ ബൈക്കും എല്ലാത്തരം വാഹനങ്ങളും വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഹൈ പ്രഷർ പമ്പ് സെറ്റ്. ഇതിന് 2-3 പ്രത്യേകതകൾ കൂടിയുണ്ട്. നമ്മുടെ ബൈക്കിന്റെയും കാറിന്റെയും ബാറ്ററി ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൈ പ്രഷർ പമ്പ് സെറ്റാണ് സൂപ്പർ ടെക് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വർക്ക് സ്റ്റാർട്ട് ചെയ്യും മുമ്പ് എന്തെല്ലാം സ്പെയർ പാർട്സുകളും മെറ്റീരിയൽസും ആണ് ഉപയോഗിക്കുന്നറിയണ്ടേ. അത് പറയും മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. മച്ചാന്മാരെ, ഇതാണ് പ്രഷർ പമ്പ് ഉണ്ടാക്കാനുള്ള സ്പെയർ പാർട്സുകളും മെറ്റീരിയൽസുകളും. ഇതൊക്കെ എന്താണ്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ വളരെ വിശദമാക്കി തന്നെ പറഞ്ഞുതരാം. ഈ മോട്ടോർ ഉപയോഗിച്ചാണ് നമ്മൾ പ്രഷർ പമ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് ഡയഫ്രം പമ്പ് സെറ്റ്. കാറും ബൈക്കൊക്കെ വാഷ് ചെയ്യാൻ ഇതുപോലുള്ള പമ്പ് സെറ്റുകൾ വാങ്ങി പരീക്ഷണങ്ങൾ നടത്തി വണ്ടറടിച്ച് പരാജയപ്പെട്ട പല ആളുകളെയും എനിക്കറിയാം. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പമ്പിന്റെ പ്രവർത്തനമല്ല ഇതിന്. ഇതൊരു പിസ്റ്റൺ ടൈപ്പ് പ്രഷർ പമ്പാണ്. ഒരു പിസ്റ്റൺ വെള്ളത്തെ വലിച്ചെടുക്കുകയും മറ്റൊരു പിസ്റ്റൺ വെള്ളത്തെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പമ്പ് സെറ്റിന് ഇത്രയും പ്രഷർ. ഈ പമ്പ് സെറ്റിന് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് സിസ്റ്റം കൂടിയുണ്ട്. അതിന്റെ വയറാണ് ടോപ്പിലേക്ക് പോകുന്നതായി കാണുന്നത്. 12 വോൾട്ടാണ് ഇതിന്റെ വർക്കിംഗ് വോൾട്ടേജ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബൈക്കിന്റെ ബാറ്ററി ഉപയോഗിച്ച് നമുക്കിത് പ്രവർത്തിപ്പിക്കാം. ഇനി നമുക്ക് വേണ്ടത് പമ്പ് സെറ്റിൽ ഫിറ്റ് ചെയ്യാനുള്ള ഹോസ് പൈപ്പാണ്. ഞാനൊരു 4 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് വാങ്ങിക്കുക. 8mm നോസിലാണ് ഇതിന്റെ സൈസ് വരുന്നത്. അടുത്തുള്ള ഹാർഡ്വെയർ ഷോപ്പുകളിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇനി പമ്പ് സെറ്റിലേക്ക് കറണ്ട് എത്തിക്കാൻ കുറച്ച് വയറും ഒരു മെയിൽ ഹോൾഡറും വേണം. നമ്മൾ ബൈക്കിന്റെ ബാറ്ററിയിൽ നിന്ന് തന്നെയാണ് മോട്ടോർ സെറ്റിലേക്കുള്ള കറണ്ട് എടുക്കുന്നത്. അത്യാവശ്യം ലെങ്ത്തും കേജുമുള്ള വയർ തന്നെ തിരഞ്ഞെടുക്കുക. ഇതുപോലുള്ള മെയിൽ ഫീമെയിൽ കണക്ടറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്കൊരു പെന്ന് വേണം. ഈ പെന്നാണ് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ പെന്ന് എന്തിനാണ്, എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കണം. ഇനി വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോളാണ്. പ്ലാസ്റ്റിക് ബോൾ തന്നെ വേണമെന്ന ഒരു നിർബന്ധവും ഇല്ല. ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയായാലും മതി. പമ്പ് സെറ്റിന്റെ അകത്തേക്ക് കരടും പൊടിയും കയറാതിരിക്കാനാണ് ഈ പ്ലാസ്റ്റിക് ബോൾ. ഫ്രണ്ട്സ്, പ്രഷർ പമ്പ് ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയും സ്പെയർ പാർട്സുകൾ മതി. ഇനി ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. മച്ചന്മാരെ, നമ്മൾ ഈ തടിക്കഷ്ണത്തിലാണ് ഈ പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് ഇതിന് തീരെ വെയിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുന്ന സമയത്ത് ഈ പമ്പ് സെറ്റും കൂടെ പോരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നിലത്തുള്ള മണ്ണും ചളിയും വെള്ളമൊന്നും ആകാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു തടിക്കഷ്ണത്തിൽ ഫിറ്റ് ചെയ്യുന്നത്. തടിക്കഷ്ണം വേണമെന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് കല്ലിലോ അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റും വെയിറ്റും ഉള്ള എന്ത് സാധനത്തിലും വേണമെങ്കിൽ ഇത് ഫിറ്റ് ചെയ്യാം. മച്ചന്മാരെ, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. സ്കിപ്പ് ചെയ്ത് വീഡിയോ കണ്ട ശേഷമാണ് നിങ്ങളിത് ഉണ്ടാക്കുന്നതെങ്കിൽ ഉറപ്പായും പണിപാളും. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, നമുക്കെല്ലാവർക്കും കിട്ടുന്ന സ്പെയർ പാർട്സുകളും മെറ്റീരിയൽസുകളും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യുന്ന സമയത്തോ ഉപയോഗിക്കുന്ന സമയത്തോ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ഞാൻ പറയുന്ന ടിപ്സുകളും ട്രിക്സുകളും മിസ്സാവും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. നമ്മുടെ അടുത്തുള്ള മാർക്കറ്റിലൊക്കെ ഇതുപോലുള്ള പലതരത്തിലുള്ള പ്ലാസ്റ്റിക് പൈപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് പൈപ്പ് ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും. ടൈറ്റ് ആണെങ്കിൽ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം നോസിലുമായിട്ട് കണക്ട് ചെയ്യാം. പമ്പ് സെറ്റിന്റെ നോസിലിൽ പൈപ്പ് ഫിറ്റ് ചെയ്ത ശേഷം ഒന്ന് വലിച്ച് ഊരിപ്പോരുന്നുണ്ടോ എന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഊരിപ്പോരുന്നുണ്ടെങ്കിൽ പമ്പ് സെറ്റ് വർക്ക് ചെയ്യുന്ന സമയത്തും വെള്ളത്തിന്റെ പ്രഷർ കാരണം ഉറപ്പായും ഊരിപ്പോരും. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് പൈപ്പുകൾക്ക് തീരെ കട്ടിയുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ നോസിലുമായി കണക്ട് ചെയ്താലും ഇതിന്റെ ലോക്കിൽ നിന്നും ഊരിപ്പോരാൻ കാരണം. ഈ പ്രശ്നം പരിഹരിക്കാൻ പൈപ്പിന്റെ ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്ത് നോസിലിന്റെ മുകൾ ഭാഗത്ത് വെച്ച് ലോക്ക് ചെയ്താൽ മതി. സംഭവം ഫിറ്റായി നിന്നോളും. ഇനി നമുക്ക് ചെറിയൊരു ജോലി കൂടിയുള്ളൂ. നമ്മുടെ പമ്പ് സെറ്റിനകത്തോ വാഷ് ചെയ്യുന്ന നോസിലിനകത്തോ കരടോ പൊടിയോ ചളിയോ ഒന്നും കയറാൻ പാടില്ല. അത് തടഞ്ഞു നിർത്താനുള്ള ചെറിയൊരു ഫിൽറ്ററാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. കഴിയുമെങ്കിൽ ഇതുപോലുള്ള ഐസ്ക്രീം ബോളുകൾ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ചെറിയ കുപ്പിയാണെങ്കിൽ ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്. അത് വെള്ളത്തിലിട്ടാൽ ഇങ്ങനെ പൊന്തിക്കിടക്കും. എന്നാൽ ഐസ്ക്രീം ബോൾ ആണെങ്കിൽ അതിന്റെ വായ്ഭാഗം വളരെ വലുതായതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ചെറിയ കല്ലുകൾ ഇട്ട് വെച്ച് വെള്ളത്തിൽ താത്തിയിടാം. ഈ ഒരു വർക്ക് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ പമ്പ് റെഡി. വെറും 10 മിനിറ്റ് സമയം മാത്രം മതി നമുക്കിത് അസംബിൾ ചെയ്യാൻ. ഇനി നമുക്ക് ചെറിയൊരു പണി കൂടിയുണ്ട്. നമ്മൾ ബൈക്കിന്റെ ബാറ്ററിയുടെ ചാർജ് ഉപയോഗിച്ചാണ് ഈ പമ്പ് സെറ്റ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള കണക്ഷനും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ബൈക്കിന്റെ ബാറ്ററിയിൽ നിന്നും കണക്ഷൻ പുറത്തേക്ക് എടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ബൈക്കിന്റെ ബാറ്ററിയിൽ നിന്നും പുറത്തേക്ക് കണക്ഷൻ എടുക്കാൻ നിങ്ങളൊരു മെക്കാനിക് ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എല്ലാവർക്കും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
ഇങ്ങനെ ബാറ്ററിയിൽ നിന്നും കറണ്ട് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 ചെറിയ കാര്യങ്ങൾ കൂടി പറയാം. മിനിമം 1 സ്ക്വയർ വയറെങ്കിലും ഉപയോഗിക്കുക. പോസിറ്റീവും നെഗറ്റീവും തിരിച്ചറിയാൻ വെവ്വേറെ കളറുള്ള വയറുകൾ തിരഞ്ഞെടുക്കാം. ഇനി ഈ 2 വയറും നമ്മളൊരു ഹോൾഡർ ആയിട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഹോൾഡർ ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ കാറിലൊക്കെ നമ്മൾ ഫോൺ ചാർജർ കുത്താൻ ഉപയോഗിക്കുന്ന ഹോൾഡറാണിത്. ഇങ്ങനെയുള്ള ഹോൾഡറുകളാകുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും നമുക്ക് വളരെ എളുപ്പമായിരിക്കും. പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും മാറിപ്പോകാൻ പാടില്ല. ഈ ഹോൾഡറിന്റെ ബോഡിയാണ് നെഗറ്റീവ്. ബാറ്ററിയും വയറും ഹോൾഡറും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായി ഇൻസുലേഷൻ ചെയ്യണം. ഒരു കാരണവശാലും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ബൈക്കിന്റെ ബോഡിയിൽ തട്ടാൻ പാടില്ല. ബൈക്കിന്റെ ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിലെ ടെക്നീഷ്യനെ ബന്ധപ്പെടുക. വെറുതെ റിസ്ക് എടുക്കണ്ട. ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം സീറ്റ് തുറന്ന് ഈ ഹോൾഡർ പുറത്തേക്കിടാം. ആവശ്യം കഴിഞ്ഞാൽ സീറ്റിന്റെ അടിയിൽ തന്നെ ഇത് ഒതുക്കി വെക്കുകയും ചെയ്യാം. ബാറ്ററിയിൽ നിന്നും ഇങ്ങനൊരു കണക്ഷൻ എടുക്കുന്നത് കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു അർജന്റ് സിറ്റുവേഷനിൽ നമ്മുടെ ഫോണിന്റെ ചാർജ് തീർന്നു പോയാൽ ഈ ഹോൾഡറിൽ ഒരു കാർ ചാർജർ കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണും ചാർജ് ചെയ്യാം. ലോക്ക്ഡൌൺ ദിവസങ്ങളിൽ ഓട്ടം നിലച്ച ബൈക്കുകളുടെ ബാറ്ററികൾ ഡിസ്ചാർജ് ആയി കാണും. ഇത് നമുക്ക് ചാർജ് ചെയ്യാനും ഇതേ ഹോൾഡർ ഉപയോഗിക്കാം. മച്ചാന്മാരെ, ടെക്നിക്കലായിട്ടുള്ള നമ്മുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളുണ്ടാക്കിയ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഈ ബൈക്ക് കഴുകി വൃത്തിയാക്കുക എന്നുള്ളൊരു വലിയ ടാസ്ക്കാണ് എടുക്കാൻ പോകുന്നത്. കഴുകി വൃത്തിയാക്കാൻ ഈ ബൈക്കിൽ എവിടെയാ ചളിയും മണ്ണും എന്നുള്ളത് ഒരാളും ചോദിക്കില്ലല്ലോ. ഈ ബൈക്കുമായി ഒരു വാഷിംഗ് സെന്ററിൽ പോയാൽ അവർ മുഖം ചുളിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബൈക്ക് വാഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബൈക്ക് വാഷ് ചെയ്യാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഷാമ്പുവോ അല്ലെങ്കിൽ ഫോം സ്പ്രേയോ ഒന്നും നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വലിയൊരു ചലഞ്ച് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ചെളിമണ്ണൊക്കെ ഉറച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയെടുക്കേണ്ടി വരും. നമ്മൾ ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യിക്കാൻ പോകുന്നത്. ഒന്നാമത് ഈ ബൈക്കിന് കിക്കറില്ല. അതുകൊണ്ട് തന്നെ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ഭാവിയിൽ നമ്മുടെ ബൈക്കിന്റെ ബാറ്ററിയുടെ ലൈഫ് നഷ്ടപ്പെടാതിരിക്കാനും ബാറ്ററി ഡാമേജ് ആകാതിരിക്കാനും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഫ്രണ്ട്സ്, നമ്മളെവിടെയാണ് പെന്നുപയോഗിച്ചെന്ന് മനസ്സിലായല്ലോ. പെന്നിൻ്റെ ബോഡിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് വെള്ളം കടത്തിവിടുന്ന ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ഞാനൊരു വർഷം മുമ്പാണ് ഈ പമ്പ് സെറ്റ് വാങ്ങിക്കുന്നത്. അന്ന് നമ്മൾ പല പരീക്ഷണങ്ങളും നടത്തി നോക്കി, പക്ഷെ എല്ലാം പരാജയപ്പെട്ടു. ഈ പമ്പ് സെറ്റിന് നല്ല പ്രഷറുണ്ട്, പക്ഷെ വരുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ഈ പമ്പ് സെറ്റിൻ്റെ പ്രഷറിനെ നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇതുപോലുള്ള നോസിലുകൾ ഉപയോഗിക്കണം. ഏകദേശം 25-30 ഫീറ്റ് ദൂരത്തേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഇത്രയും ദൂരത്തേക്കൊക്കെ വെള്ളം എത്തണമെന്നുണ്ടെങ്കിൽ ഈ പ്രഷർ പമ്പിന്റെ പവർ എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വണ്ടി കഴുകാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് മച്ചന്മാരെ, നമ്മുടെ പ്രഷർ പമ്പ് അടിപൊളിയല്ലേ? നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ, ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. 3 പ്രാവശ്യം ബൈക്കും കാറും ഒക്കെ വാഷ് ചെയ്യുന്ന പൈസയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പ്രഷർ പമ്പ് ഉണ്ടാക്കാം. 520 രൂപ മാത്രമാണ് നമുക്ക് ഈ പ്രഷർ പമ്പ് ഉണ്ടാക്കാൻ ആകെ ചെലവ് വന്നിട്ടുള്ളത്. 450 രൂപയാണ് ഞങ്ങൾ വാങ്ങിച്ച പ്രഷർ പമ്പിന്റെ മാർക്കറ്റ് വില. 450 രൂപ മുതൽ 2500 രൂപ വരെയുള്ള പ്രഷർ പമ്പുകൾ നമ്മുടെ ഓൺലൈൻ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ പ്രൈസിനുള്ളത് വാങ്ങിക്കാം. കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാമല്ലോ.
ഈ പ്രഷർ പമ്പ് ബൈക്കിന്റെയും കാറിന്റെയും ബാറ്ററി ഉപയോഗിച്ച് മാത്രമല്ല 12 വോൾട്ടിന്റെ ഒരു എലിമിനേറ്റർ ഉണ്ടെങ്കിൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം. നമ്മളിപ്പോൾ വാഷ് ചെയ്യുന്ന ഈ ബൈക്കിന് 10 വർഷത്തെ പഴക്കമുണ്ട്. കാലപ്പഴക്കത്തിൻ്റെതായ റസ്റ്റും സ്ക്രാച്ചും ഒക്കെ ഈ ബൈക്കിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മകൾ തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രം. ഈ പ്രഷർ പമ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെ വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പല പ്രൊഡക്റ്റുകളുടെയും എക്സ്പെരിമെന്റുകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഇതുപോലുള്ള എക്സ്പെരിമെന്റുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓരോ വീഡിയോ ചെയ്യുന്നതിനും നല്ല ചെലവുണ്ട്. ഇങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ സപ്പോർട്ട് മാത്രം മതി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ പ്രഷർ പമ്പ് ഉണ്ടാക്കാൻ വെറും 10 മിനിറ്റ് സമയം മാത്രം മതി. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരെ കമന്റ് ബോക്സിൽ വരിക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൂടി കൊടുക്കാം, നിങ്ങൾക്കത് വാട്സപ്പ് വഴി ബന്ധപ്പെടാം. മച്ചാന്മാരെ, ബൈക്കിന്റെ ബാറ്ററി ഉപയോഗിച്ചോ കാറിന്റെ ബാറ്ററി ഉപയോഗിച്ചോ ഇത് വർക്ക് ചെയ്യിക്കുന്നത് ഒരു റിസ്ക് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു എലിമിനേറ്റർ ഉപയോഗിക്കാം. കാറും ബൈക്കും സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് നിങ്ങൾ ഈ പ്രഷർ പമ്പ് ഉപയോഗിക്കുന്നതെങ്കിൽ ബാറ്ററി ഡാമേജ് ആകാൻ സാധ്യതയില്ല. കാരണം 2 ആംപിയർ കറണ്ടിലാണ് ഈ പ്രഷർ പമ്പിന്റെ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അതിനുള്ള കറണ്ടെല്ലാം ഡൈനാമിൽ നിന്നും കിട്ടും. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. ചെയ്ത ഒരു സ്മാർട്ട് ഇലക്ട്രിക് ബൈക്കിന്റെ വീഡിയോ കൂടി ഈ ചാനലിലുണ്ട്. ഈ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യൂ.
അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പ്രഷർ പമ്പ് സെറ്റ്? അടിപൊളിയല്ലേ? ഇതുപോലുള്ള ടെക്നോളജികളും എക്സ്പെരിമെന്റ് നിറഞ്ഞ വീഡിയോ കാണാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരയ്ക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ അനൂപ് അലമ്പറ്റിനോടൊപ്പം സജിത് കടലുണ്ടി.